ഹായ് എവരിവൺ. ഓസിലേഷൻസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയ മാത്രം ഒരു വീഡിയോയിലാക്കിയ ക്ലാസ്സാണിത്. ഓസിലേഷൻസ് 5-6 ക്ലാസ് കൊണ്ടാണ് ആ ചാപ്റ്റർ മുഴുവൻ തീർത്തത്. അപ്പോൾ ഫോക്കസ് ഏരിയ മാത്രം പഠിച്ച് പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു ക്ലാസ്സാണിത്. 2 മാർക്കാണ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് വെയിറ്റേജ് ഉള്ളത്. അപ്പം ആകെ 2 ഫോക്കസ് ഏരിയ ആണ്. ഒന്ന് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ഒന്ന് സിമ്പിൾ പെൻഡുലം. ഈ 2 കാര്യങ്ങൾ പഠിച്ച് 2 മാർക്ക് നിസ്സാരമായിട്ട് ഈ ഒരു അരമണിക്കൂറിൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൽ ആദ്യത്തേത് സിമ്പിൾ ഹാർമോണിക് മോഷൻ, ചുരുക്കി പറഞ്ഞാൽ SHM. അതായത് SHM എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, ഇത് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇവിടെ നിന്ന് 2 സൈഡിലേക്കും ഈക്വലായിട്ട് ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷൻ അങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതിനെയാണ് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷൻ. ഒന്നുകിൽ ഇങ്ങനെ സ്ട്രൈറ്റ് ലൈനിൽ, അല്ലെങ്കിൽ ദാ ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന ഒരു പെൻഡുലത്തിൻ്റെ ബോബ് ഇങ്ങനെ 2 സൈഡിലേക്കും അല്ലെങ്കിൽ ദി ആർക്കാണ് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നു. ഇത് 2 എക്സ്ട്രീം പൊസിഷൻ, ഇത് ഇക്വിലിബ്രിയം പൊസിഷൻ. ഇതിനെ പറയും സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന്. അപ്പോൾ ഈ ഒരു ഷേപ്പിലും ആവാം, ഇങ്ങനെയും ആകാം. ഇങ്ങനെ ടു ആൻഡ് ഫ്രോ മോഷൻ അല്ലെങ്കിൽ ബാക്ക് ആൻഡ് ഫോർത്ത് മോഷനിൽ ഓസിലേറ്റ് ചെയ്യുന്ന മോഷനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇതിവിടെ ഇക്വിലിബ്രിയം പൊസിഷൻ, ഇവിടെ ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ 2 പോയിന്റ്സിനെ പറയും എക്സ്ട്രീം പൊസിഷൻ. ഇവിടെ 2 എക്സ്ട്രീം പൊസിഷൻ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടുന്നു. ഇവിടെ വരുമ്പോൾ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റിനാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതാണ് A എന്ന് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങോട്ടാകുമ്പോൾ പ്ലസ്, ഇങ്ങോട്ടാകുമ്പോൾ മൈനസ്, അത്രയേ ഉള്ളൂ. ഇനി പഠിക്കേണ്ട ഒരു കാര്യം സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡെഫിനേഷനാണ്. അത് ഒരു ഡെഫിനേഷൻ അല്ല, ഒരുപാട് എണ്ണം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഏത് എഴുതി കഴിഞ്ഞാലും മാർക്ക് കിട്ടും. ഇത്ര എണ്ണം ഞാൻ പറയാം. ഇതിൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് നിങ്ങൾ പഠിക്കുക. ഇവിടെ ഇരിക്കുന്ന ഈ ഒരു ബോബ് ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ഈ എക്സ്ട്രീം കണ്ടീഷനിൽ ഇരിക്കാൻ ആരും ആഗ്രഹിക്കുന്നില്ല. അവിടെ എത്തിക്കഴിഞ്ഞാൽ അതിന് ഇങ്ങോട്ട് തിരിച്ച് വരാനുള്ള ടെൻഡൻസിയാണ്. അപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ടെൻഡൻസിയെ പറയുന്നതാണ് റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന്. അപ്പോൾ ഫോഴ്സ് എപ്പോഴും ഇങ്ങോട്ടായിരിക്കും, പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടായിരിക്കും. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് ഇങ്ങോട്ടും ഡിസ്പ്ലേസ്മെൻറ്റ് ഇങ്ങോട്ടുമാണ്. റീസ്റ്റോറിങ് ഫോഴ്സ് ഇങ്ങോട്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് അങ്ങോട്ടാകുമ്പോൾ 2 ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ റീസ്റ്റോറിങ് ഫോഴ്സ് എന്ന് പറയില്ല, ചുരുക്കി ഫോഴ്സ് എന്ന് പറയും. ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയും. രണ്ടും ഓപ്പോസിറ്റ് ആയതുകൊണ്ടാണ് മൈനസ് എന്ന് കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പം SHM എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഇറ്റ്. ഈ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണ്. എക്സ് എഴുതണമെന്നില്ല, Y ആയാലും മതി. എക്സ് ഓർ Y ഡിസ്പ്ലേസ്മെന്റ് ആണ്. അപ്പോൾ F പ്രൊപ്പോർഷണൽ ടു X മൈനസ് എക്സ് അല്ലെങ്കിൽ ഓർ F പ്രൊപ്പോർഷണൽ ടു മൈനസ് Y എന്ന് എഴുതാം. അതിനെ ചുരുക്കി ഇങ്ങനെയും എഴുതാം, F ഈക്വൽ ടു മൈനസ് KX. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെഫിനിഷൻ. ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഈസ് ഓപ്പോസിറ്റ് ടു ഇറ്റ്. ഒന്നുകിൽ അങ്ങനെ പറയാം. ഇനി അതല്ലെങ്കിൽ ആക്സലറേഷന്റെ ടൈമിൽ എഴുതാം. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആക്സലറേഷൻ എപ്പോഴും ഈ ഡയറക്ഷനിലേക്കായിരിക്കും. ഫോഴ്സ് ഇങ്ങോട്ട് വരുന്ന F ഈക്വൽ ടു ma. ഫോഴ്സ് ഇങ്ങോട്ടാണെങ്കിൽ ആക്സലറേഷൻ എപ്പോഴും ഇങ്ങോട്ടായിരിക്കും. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് എങ്ങോട്ടാണ്? അങ്ങോട്ടാണ്. ഈ ഫോഴ്സ് പറഞ്ഞതുപോലെ തന്നെ ആക്സലറേഷനും പറയാം. ആക്സലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഇറ്റ്. അതാണ് A പ്രൊപ്പോർഷണൽ ടു മൈനസ് എക്സ് അല്ലെങ്കിൽ എക്സ് അല്ലെങ്കിൽ Y. അതാണ് A പ്രൊപ്പോർഷണൽ ടു എക്സ് അല്ലെങ്കിൽ മൈനസ് എക്സ് അല്ലെങ്കിൽ A പ്രൊപ്പോർഷണൽ ടു മൈനസ് Y എന്ന് എഴുതിയിട്ടുള്ളത്. അതിന് കോൺസ്റ്റന്റ് കൊടുക്കുമ്പോൾ ഇവിടെ K കൊടുത്തതിന് പകരം ഇവിടെ എന്തെഴുതും? A ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ് എന്ന് എഴുതും, അല്ലെങ്കിൽ A ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ Y. ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ഓപ്പോസിറ്റ് ടു ഇറ്റ് എന്ന് പറയാം. ഇതാണ് സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെഫിനിഷൻ. ഇനി ഡെഫിനിഷൻ പറയാൻ അറിയില്ലെങ്കിൽ ഈ ഇക്വേഷൻ എഴുതി വെച്ചാലും മതി. സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെഫിനിഷനിൽ പെടുന്നതാണ് ഇതെല്ലാം സിമ്പിൾ ഹാർമോണിക് മോഷന്റെ പ്രത്യേകതകളാണ്. നിങ്ങൾക്ക് വേർഡ്സിൽ പറയാൻ അറിയില്ല, ഇങ്ങനെ എഴുതി വെക്കുക. A ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ എക്സ്. രണ്ടും കൂടെ എഴുതേണ്ട, ഒന്നുകിൽ എക്സ് അല്ലെങ്കിൽ Y. അപ്പോൾ ആക്സിലറേഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്പ്ലേസ്മെന്റ്. നെഗറ്റീവ് സൈൻ എന്തിനാണ് വന്നത്? അത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട്. ഇനി അതല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് വരച്ച് കാണിച്ചാലും മതി, അപ്പോഴും സിമ്പിൾ ഹാർമോണിക് മോഷന്റെ ഡെഫിനിഷനായി. ഓക്കെ. ഇനി അതും അല്ലെങ്കിൽ ഇങ്ങനെ എക്സ്, ഇത് Y, ഇതെല്ലാം ഡിസ്പ്ലേസ്മെന്റ് ആണ്. എക്സ് ഈക്വൽ ടു A കോസ് ഒമേഗ ടി അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു A കോസ് ഒമേഗ ടി പ്ലസ് 5 എഴുതിയാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ എക്സ് ഈക്വൽ ടു A കോസ് ഒമേഗ ടി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന മോഷനെയാണ് സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നത്.
മോഷൻ വിച്ച് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എക്സ് ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈവ് അല്ലെങ്കിൽ എ കോസ് ഒമേഗ ടി. ഇനി അതല്ലെങ്കിൽ വൈ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈവ്, വൈ ഈക്വൽ ടു എ സൈൻ ഒമേഗ ടി. ഇതിലേതെങ്കിലും ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡെഫിനിഷൻ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡെഫിനിഷനായിട്ട് എഴുതിക്കൂടെ? അത് ഒരുപാടായതുകൊണ്ട് കൺഫ്യൂഷനായോ? ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം പഠിക്കാമല്ലോ അല്ലേ? അപ്പോൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡെഫിനിഷൻ ഇനി എല്ലാം കൂടെ എഴുതി വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ആകെ 2 മണിക്കൂറേ ഉള്ളൂ എഴുതാൻ. സമയം വേസ്റ്റാവും. എത്ര എഴുതിയാലും ആ ചോദിക്കുന്ന മാർക്കേ കിട്ടുകയുള്ളൂ. അതാണ് അപ്പോൾ മാക്സിമം എത്ര എഴുതിയാലും ഇപ്പോൾ 1 മാർക്കിനാണ് ചോദിച്ചെങ്കിൽ 1 മാർക്കല്ലേ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് ഏതെങ്കിലും ചുരുക്കി എഴുതുക. മനസ്സിലായല്ലോ? സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡെഫിനിഷനാണ് ഈ ഫിഗറുകളും പഠിക്കുക. ഇനി അതിൽ ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് സിമ്പിൾ പെൻഡുലമാണ്. സിമ്പിൾ പെൻഡുലത്തിൻ്റെ ഡയഗ്രാം വരച്ച് അതിൻ്റെ ഫ്രീക്വൻസിയും പീരീഡും കാണാം. ഇതിലൊക്കെ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകൾ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ ഞാൻ ലിങ്ക് കൊടുക്കാം. ഇതിപ്പോൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ വളരെ ചുരുക്കി പറയുന്നതാണ് കേട്ടോ. സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത് സിമ്പിൾ ഹാർമോണിക് മോഷന് എക്സാമ്പിളാണ്. അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസിയും പീരീഡും കണ്ടുപിടിക്കുന്ന ഒരു ഡെറിവേഷൻ നമുക്ക് ചെയ്യണം. അതിനായിട്ട് ഇതാ പെൻഡുലം വരച്ചു. ഇത് പോയിൻ്റ് ഓഫ് സസ്പെൻഷനാണ്, ഇത് ബോബ്. ഇതിൻ്റെ സെൻറ്റർ വരെയാണ് പെൻഡുലത്തിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, അതാണ് എൽ. ഇവിടെ തീറ്റ വളരെ ചെറുതാണ്. ഇതിവിടെ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഇതൊരു ആർക്കാണ്. അപ്പോൾ ഈ ഒരു പെൻഡുലത്തിൽ ഇവിടെ ഈ ബോബിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് എം ജി താഴേക്കാണ്. എം ജിയെ 2 കമ്പോണൻസ് ആക്കി റിസോൾവ് ചെയ്തു. എം ജി കോസ് തീറ്റ നേരെ ഇങ്ങോട്ട് എം ജി സൈൻ തീറ്റ. ആദ്യം ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. കഴിഞ്ഞ തവണ മാർച്ചിൽ ഈ ഫിഗർ തന്നിട്ട് ഈ ഫോഴ്സ് മാർക്ക് ചെയ്യാനാണ് ചോദിച്ചത്. അപ്പോൾ എം ജി കോസ് തീറ്റ ഇങ്ങോട്ട്, എം ജി സൈൻ തീറ്റ ഇങ്ങോട്ട്. ഇത് തീറ്റയാകുമ്പോൾ ഈ ആംഗിൾ തീറ്റ. ഈ സ്ട്രിങ്ങിൻ്റെ നൂലിൻ്റെ ടെൻഷനാണ്, ഇതിങ്ങനെ വലിഞ്ഞു നിൽക്കുകയല്ലേ ഇവിടെ. അപ്പോൾ അതിൻ്റെ ടെൻഷനാണ് മുകളിലേക്ക്. ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്, അത് മുകളിലേക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഫിഗറിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ടെൻഷനെ ബാലൻസ് ചെയ്യുന്നതാണ് എം ജി കോസ് തീറ്റ. എം ജി കോസ് തീറ്റ ഡയറക്ഷൻ നോക്ക്, നേരെ അതിനെ ബാലൻസ് ചെയ്യാണ്. ടി മുകളിലേക്കും എം ജി കോസ് തീറ്റ താഴേക്കുമാണ്. അപ്പോൾ ടി ഈക്വൽ ടു എം ജി കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. ടി ഈക്വൽ ടു എം ജി കോസ് തീറ്റ. പക്ഷെ അതൊന്നും ഇവിടെ ആവശ്യം വരുന്നില്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇനി സപ്പോസ് ഇതിങ്ങനെ ഈ ഒരു പെൻഡിൽ ഇങ്ങനെ കംപ്ലീറ്റ് ആക്കുകയാണെങ്കിൽ അതൊരു സർക്കിളായിരിക്കും അല്ലേ? അങ്ങനെയാണെങ്കിൽ ആ സർക്കിളിൻ്റെ റേഡിയസ് എന്തായിരിക്കും? എല്ലായിരിക്കും. അത് ഓർത്തിരിക്കാൻ നമുക്ക് ആവശ്യം വരും. അപ്പോൾ ഇവിടെ റിസ്റ്റോറിങ് ഫോഴ്സ് ഇങ്ങോട്ട് ഈ സൈഡിലേക്ക് വരുന്ന കമ്പോണൻ്റ് ഏതാണ്? എം ജി സൈൻ തീറ്റ. പക്ഷെ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചല്ലോ, റിസ്റ്റോറിങ് ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. എഫ് പ്രൊപ്പോർഷണൽ ടു -x അല്ലെങ്കിൽ എഫ് ഈക്വൽ ടു -kx ആണ്. അപ്പോൾ എഫ് ഈക്വൽ ടു മൈനസ് എം ജി സൈൻ തീറ്റ. അതായത് എം ജി സൈൻ തീറ്റ ഫോഴ്സിന് ഇങ്ങോട്ട് ആ ഡയറക്ഷനിലേക്ക് വരുന്ന കമ്പോണൻ്റ് ആരാണ്? എം ജി സൈൻ തീറ്റ. പക്ഷേ ഡിസ്പ്ലേസ്മെൻറ്റ് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് -1 കൊടുക്കുന്നു. എഫ് ഈക്വൽ ടു -എം ജി സൈൻ തീറ്റ. അപ്പോൾ ഇവിടെ നിന്നാണ് ഈ ഡെറിവേഷൻ തുടങ്ങേണ്ടത്. എഫ് ഈക്വൽ ടു -എം ജി സൈൻ തീറ്റ കൊണ്ട് തുടങ്ങുക. തീറ്റ വളരെ ചെറുതാവുന്ന കേസുകളിൽ സൈൻ തീറ്റയെ നമുക്ക് ചുരുക്കി തീറ്റ എന്ന് എഴുതാം. അതൊക്കെ എന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ വളരെ വിശദമായിട്ട് മുമ്പ് ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒന്നും പറയുന്നില്ല. സൈൻ തീറ്റയെ ചുരുക്കി തീറ്റ വെരി വെരി സ്മോൾ ആണ്, അതുകൊണ്ട് ഇക്വേഷന് -എം ജി തീറ്റ എന്നെഴുതാം. തീറ്റ ചെറിയ കേസുകളിൽ നമുക്ക് സൈൻ തീറ്റ എന്ന് എഴുതി. ഇനി ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ് എന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ ആംഗിൾ തീറ്റ ഈക്വൽ ടു ആംഗിൾ തീറ്റ ഈക്വൽ ടു ആർക്ക്. ഇതിന് ഓപ്പോസിറ്റ് വരുന്ന അതൊരു ആർക്ക് ഷേപ്പാണല്ലോ, ആർക്ക് ബൈ റേഡിയസ്. ഇത് കംപ്ലീറ്റ് ആക്കുമ്പോൾ നമുക്ക് ഇവിടെ വരുന്ന റേഡിയസ് എൽ. അപ്പോൾ ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. തീറ്റ ഈക്വൽ ടു എക്സ് ബൈ എൽ. അതിൻ്റെ കാരണമാണ് എഴുതിയത് ആംഗിൾ ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. അപ്പോൾ എഫ് ഈക്വൽ ടു -എം ജി. ഈ തീറ്റയ്ക്ക് പകരം എക്സ് ബൈ എൽ എഴുതി ഇവിടെ. അപ്പോൾ എന്ത് വന്നു? എഫ് ഈക്വൽ ടു -എം ജി എക്സ് ബൈ എൽ എന്ന് വന്നു. നമുക്കറിയാമല്ലോ എഫ് ഈക്വൽ ടു എം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ എ ഈക്വൽ ടു എഫ് ബൈ എം. ഈ എമ്മിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. എ ഈക്വൽ ടു എഫ് ബൈ എം എന്ന് എഴുതി കൂടെ. ഓക്കെ, ഈക്വൽ ടു. അപ്പോൾ ഇനി ഈ എഫിന് പകരം എന്തെഴുതി? -എം ജി എക്സ് ബൈ എൽ എന്ന് എഴുതി. ഈ എഫിന് പകരം -എം ജി എക്സ് ബൈ എൽ എന്ന് ഇവിടെ എഴുതി. പിന്നെ അത് കൂടാതെ ഇവിടെ ഒരു എം ഉണ്ട്, അത് മറക്കരുത്. അങ്ങനെ ഓരോന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആൻസർ തെറ്റും. അപ്പോൾ ഇവിടെ ബൈ എം എന്നുണ്ടായിരുന്നു, എമ്മും ക്യാൻസൽ ചെയ്ത് നിങ്ങൾ ഇതിനോടൊപ്പം ഒരു പേപ്പറും പേന എടുത്ത് കൂടെ എഴുതുക. എമ്മും ക്യാൻസൽ ചെയ്തിട്ട് -gx/l എന്ന് വന്നു. അതായത് എഫ് ഈക്വൽ ഇവിടെ എ ഈക്വൽ ടു -gx/l എന്ന് വന്നു.
അതിന് ഞാൻ ഒരു ഇക്വേഷൻ നമ്പർ കൊടുത്തു. A = -gx/L ഒരു ഇക്വേഷൻ നമ്പർ കൊടുത്തു. ഇനി SHMൻ്റെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് -ω² x അല്ലെങ്കിൽ y ആണ്. അപ്പോൾ ഇവിടെ x എന്ന് എഴുതിയത് കൊണ്ട് ഇവിടെ x എഴുതി, ഇവിടെ y എഴുതിയിരുന്നെങ്കിൽ ഇവിടെ y എഴുതണമായിരുന്നു കേട്ടോ. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് y എന്നൊക്കെ തന്നിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ട് θ = y/L എന്ന് വരും. നൊട്ടേഷൻ അനുസരിച്ച് മാറ്റം വരും. അപ്പോൾ ഇവിടെ A = -ω² x വേറൊരു നമ്പർ കൊടുത്തു. ഇനി ഈ രണ്ട് ഇക്വേഷനും കൂടെ, ഇക്വേഷൻ 1ഉം 2ഉം നിങ്ങളൊന്ന് നോക്കിക്കേ. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ A ആണ്, ഇവിടെ A ആണ്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? -gx/L = -ω² x. അപ്പോൾ രണ്ടിലും മൈനസ് ഉള്ളത് കൊണ്ട് ആ മൈനസ് അങ്ങ് കളഞ്ഞിട്ട് എന്തെഴുതി? ω² x ഇവിടെ ω² = g/L. ഇത് ആ സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്യാം. ഈ മൈനസും പോയി കഴിയുമ്പോൾ -gx/L = ω² x. ആ സ്റ്റെപ്പ് വേണം എഴുതണോ? ആ സ്റ്റെപ്പ് ഞാനിവിടെ എഴുതി തരാം. മൈനസ് അല്ല, gx/L = ω² x. ഇവിടുത്തെ gx/L = ω² x. അപ്പോൾ എക്സും പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് ω² = g/L എന്നാണ്. ω² = g/L എന്നാണ് പിന്നെ ബാക്കി വരുന്നത്. അവിടെ ഇപ്പോൾ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ ω = √g/L. ഒരു പേപ്പറും പേന എടുത്ത് എഴുതി കഴിഞ്ഞാൽ മനസ്സിലാകും. പിന്നെ നിങ്ങളുടേതായ രീതിക്ക് നിങ്ങളത് ചുരുക്കുക. പരമാവധി ചുരുക്കിയാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ സ്റ്റെപ്പൊക്കെ ഒന്ന് ചുരുക്കാം. അപ്പോൾ ω = √g/L എന്ന് വന്നു. ഇപ്പോഴും ആൻസർ ആയിട്ടില്ല. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? ഈ പെൻഡുലത്തിൻ്റെ പീരിയഡ്, പിന്നെ ഫ്രീക്വൻസി ആണ് ചോദിക്കുന്നതെങ്കിൽ ഫ്രീക്വൻസിയും കൂടെ ഒന്ന് കാണണം. അപ്പോൾ അതിനായിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ω = √g/L വരെ എഴുതി നിർത്തി. നമുക്ക് വേണ്ടത് പീരിയഡാണ് അല്ലേ, ക്യാപിറ്റൽ T. അതായത് ഇപ്പോൾ ω = 2πf എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/T. അപ്പോൾ എഫിന് പകരം 1/T എഴുതുകയാണെങ്കിൽ 2π/T എന്ന് എഴുതും. ഇനി അതല്ല, ഇവിടുന്ന് ഡയറക്റ്റ് അറിയാവുന്നവർക്ക് അങ്ങനെയും എഴുതാം. അപ്പോൾ ω = 2π/T എന്ന് അറിയാവുന്നവർക്ക് അങ്ങനെ എഴുതുക. എന്നിട്ട് അപ്പോൾ ഒമേഗയ്ക്ക് പകരം എന്തെഴുതി? 2π/T എന്ന് എഴുതി. 2π/T = ഇവിടെ എന്താണ്? √g/L അല്ലേ. അപ്പോൾ √g/L എന്ന് എഴുതി. ഇനി എന്താണ് വേണ്ടത്? പീരിയഡാണ് വേണ്ടത്. അപ്പം T വേണം നമുക്ക്. അതിനായിട്ട് ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡും റെസിപ്രോക്കൽ കാണുക. സിംപ്ലിഫിക്കേഷനാണ്, അതൊക്കെ ചെയ്യുന്ന ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. ഞാനൊരു മെത്തേഡ് പറയുന്നു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. ഇക്വേഷൻ 3യുടെ രണ്ട് സൈഡും റെസിപ്രോക്കൽ എടുക്കുമ്പോൾ T/2π = അപ്പോൾ ഇവിടെയും തിരി L മുകളിൽ പോയിട്ട് G അടിയിൽ വരും. അതൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെ തെറ്റിപ്പോകും. ഇനി T അല്ലേ വേണ്ടത്? T അവിടെ നിൽക്കട്ടെ. 2π ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മുകളിലേക്ക് പോകും. 2π√L/G. ഒരു സിമ്പിൾ പെൻഡുലത്തിൻ്റെ പീരിയഡിനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് T = 2π√L/G ആണ്. പെൻഡുലത്തിൻ്റെ പീരിയഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആരൊക്കെയാണ് നോക്കൂ. ലെങ്ത്തും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും. 2π എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ പെൻഡുലത്തിൻ്റെ പീരിയഡ് T = 2π√L/G. T കോൺസ്റ്റൻറ്റ്. ഇനി പീരിയഡ് ചോദിച്ചാൽ ഇതുവരെ മതി. ഫ്രീക്വൻസിയാണ് ചോദിക്കുന്നതെങ്കിൽ ഫൈൻഡ് ഫ്രീക്വൻസി ഓഫ് എ പെൻഡുലം എന്ന് പറയുകയാണെങ്കിൽ എന്ത് വേണം? ഇതിപ്പോൾ പീരിയഡ്, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ ഫ്രീക്വൻസി ആയി അല്ലേ. അപ്പോൾ ഇതിനെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/T, അതായത് ഫ്രീക്വൻസി = 2π മുകളിൽ അടിയിൽ വരും, 1/2π വരും. ഇവിടെ തിരിച്ചിടുമ്പോൾ √g/L വരും. അതായത് F = 1/2π √g/L. ഇനി അത് ബുദ്ധിമുട്ടാണെങ്കിൽ, അതായത് ഇത് ഇവിടം വരെ വന്നിട്ടല്ലേ റെസിപ്രോക്കൽ എടുത്തത്, അത് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഡയറക്റ്റ് എഴുതണം. അപ്പം ഈ ഇക്വേഷൻ വേണ്ട. ഇവിടെ ω = 2πf എന്ന് എഴുതുക. ω = 2πf-ന് 2πf എന്ന് എഴുതി. അതായത് ω = √g/L. ഇത് ഇവിടെ നിന്ന് റെസിപ്രോക്കൽ എടുക്കണമെങ്കിൽ നമ്മൾ പിന്നെയും ഇത്രയും എഴുതി വരണം. അത് എഴുതണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ ω 2πf ഡയറക്റ്റ് കൊടുക്കുമ്പോൾ 2πf = √g/L എന്ന് വന്നു. വേണ്ടത് F അല്ലേ. F അവിടെ നിർത്തുക. 2π ഇങ്ങോട്ട് വരുമ്പോൾ അത് അടിയിൽ പോകും. 1/2π √g/L. അപ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എഴുതുക. പീരിയഡ് ആണെങ്കിൽ അവിടെ നിർത്തുക, ഫ്രീക്വൻസി ആണെങ്കിൽ ഇവിടെ നിന്ന് ഈ രീതിക്ക് പോകുക. അപ്പോൾ F = 1/2π √g/L. ഇത്രയും കാര്യങ്ങളാണ് ഓസിലേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയയിൽ പെട്ടിട്ടുള്ളത്. ആകെയുള്ളത് സിമ്പിൾ ഹാർമോണിക് മോഷൻ്റെ ഡെഫിനിഷൻ, അതിൻ്റെ ഫോഴ്സ്, ആക്സിലറേഷൻ, അത്രയും കാര്യങ്ങൾ ഒന്നുകിൽ ആ രീതിക്ക് ഡെഫിനിഷൻ പറയുക. അതല്ല എങ്കിൽ പിന്നെ
എക്സ് ഓർ വൈ ഈക്വൽ ടു എ കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി അങ്ങനെ വെച്ച് ഡെഫിനേഷൻ പറയുക. പിന്നെ അതിനകത്തുള്ളത് സിമ്പിൾ പെൻഡുലം. ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം. പെൻഡുലത്തിൻ്റെ പീരിയഡും ഫ്രീക്വൻസിയും ഈ ഒരു ഇക്വേഷൻ. അപ്പം കണ്ടൻറ്റ് ഇത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പെൻഡുലവും സിമ്പിൾ ഹാർമോണിക് മോഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.